ഷഹാന മുംതാസ് എന്ന 19 വയസ്സുകാരിയോട് ഭർത്താവും ഭർത്താവിൻ്റെ ഉമ്മയും പറഞ്ഞ കാര്യങ്ങൾ കേട്ടാൽ കണ്ണ് തള്ളിപ്പോകും. കഴിഞ്ഞ മെയ് മാസത്തിൽ നിക്കാഹ് കഴിഞ്ഞ് 20 ദിവസവും ഫോണിൽ സംസാരിച്ചിട്ടും നേരിട്ട് കണ്ടിട്ടും ഇവളുടെ സൗന്ദര്യത്തിൽ യാതൊരു കോട്ടവും ഇത് കണ്ടില്ല. 20 ദിവസം കഴിഞ്ഞ് ഗൾഫിലേക്ക് പോയപ്പോഴാണ് അവന് ആ കാര്യം മനസ്സിലായത്. എൻ്റെ ഭാര്യ അല്പം കറുത്തതാണെന്നും അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും. അങ്ങനെ വീട്ടുകാരോട് തൻ്റെ മോഹം ഉണർത്തിയ ഇയാളുടെ ഉമ്മ ഇവരുടെ വീട്ടിൽ പോയി പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോഴാണ് നെഞ്ച് തകർന്നു പോയത്. നിങ്ങളുടെ മകൾ ആകെ 20 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അവൾക്ക് വേറെ നല്ല ഭർത്താവിനെ കിട്ടും, എന്തിനാണ് എൻ്റെ മകനെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്ന്. അപ്പോൾ തന്നെ മനസ്സിലായി ആ സ്ത്രീയുടെ മാനസികാവസ്ഥ എന്താണെന്ന്. തൻ്റെ മകൻ്റെ ആഗ്രഹത്തിന് വേണ്ടി ഒരു പെണ്ണിൻ്റെ ജീവിതം തുലക്കാനല്ലേ ഇവർ ശ്രമിച്ചത്. അങ്ങനെ വഴിക്ക് വരാത്ത ഷഹാന മുംതാസിനോട് ഇവർ എത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു എന്നുള്ളത് നിങ്ങൾ അറിയുമോ? നീ വെയിലത്തിറങ്ങരുത്, കറുത്തു പോകും എന്നൊക്കെ പറഞ്ഞ് പരിഹാസ വാക്കുകളാണ് ഇവർ നിരന്തരമായി ഈ കുട്ടിയോട് ഉച്ചരിച്ചത്. അങ്ങനെയെങ്കിലും ഇവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ എന്നാണ് ഇവർ ആശിച്ചത്. ഇന്നലെ 10 മണിയായിട്ടും വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുകാർ കതക് പൊളിച്ച് അകത്ത് കടന്നപ്പോഴാണ് ഷഹാന ജീവനൊടുക്കിയ വിവരം വീട്ടുകാർ തന്നെ അറിയുന്നത്. തൻ്റെ ഭർത്താവിന് നിരന്തരമായി വോയിസ് മെസ്സേജുകൾ അയക്കുന്നത് വീട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുമായിരുന്നു ഈ പാവം പെൺകുട്ടി. എൻ്റെ ഭർത്താവ് എനിക്ക് യാതൊരു മറുപടിയും ഇതുവരെ തരുന്നില്ല എന്ന് സങ്കടത്തോടെ പറയുമായിരുന്നു. നിക്കാഹ് കഴിഞ്ഞിട്ടും ഭർത്താവ് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ ഒഴിവാക്കി എന്നറിഞ്ഞാൽ ആ പെണ്ണിനെ മറ്റുള്ളവർ കാണൽ ഏതൊരു തരത്തിലായിരിക്കും? ഈ പെണ്ണിന് എന്തെങ്കിലും ന്യൂനതകളുണ്ടോ, അതല്ലെങ്കിൽ ഇവൾക്ക് വല്ല അവിഹിതവുമുണ്ടോ എന്നൊക്കെ ആയിരിക്കും ജനങ്ങൾ പറയുന്നത്. ഇതുപോലും ഓർക്കാതെയാണ് ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചതിന് ശേഷം ഒരു കാരണവുമില്ലാതെ തന്നെ ഒഴിവാക്കാൻ ഈ വീട്ടുകാരും ഈ യുവാവും ശ്രമിച്ചത്. ഇവർക്ക് കിട്ടാവുന്നതിൽ പരമാവധി ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കുവാനാണ് നിയമാധികാരികളോട് പറയാനുള്ളത്. ഭൂമിയിൽ ഇനി ഒരു പെണ്ണിനും ഈ ഒരവസ്ഥ വന്നു പോകരുത്. കുറേ സൗന്ദര്യമുണ്ടെങ്കിൽ ഒരു പെണ്ണിൻ്റെ മനസ്സ് കറുത്തു പോയെങ്കിൽ ഇവർക്ക് അപ്പോഴാണ് മനസ്സിൻ്റെ വെളുപ്പിൻ്റെ നിറം മനസ്സിലാക്കാൻ പറ്റുക. അല്ലെങ്കിലും ഈ പെൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയാൽ എന്ത് കുഴപ്പമാണ് ഈ പാവം പെൺകുട്ടിക്കുള്ളത്, എന്ത് മുഖഭംഗിയുണ്ട് ഇവളെ കാണാൻ. പക്ഷേ ഇത് ഒരു തരം കഴപ്പാണ്. തൻ്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കുറഞ്ഞു പോയെന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തന്നെ നിരന്തരമായി പറഞ്ഞിട്ടുണ്ടാകണം. അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ട് ഇഷ്ടപ്പെട്ട് നിക്കാഹ് കഴിച്ച പെണ്ണിനെ ഒരു വേളയിൽ എനിക്ക് വേണ്ട എന്ന് പറയാൻ മാത്രം ഈ ചെറുപ്പക്കാരൻ തയ്യാറാകുക? ഇന്ന് രാവിലെ 10 മണിയോടുകൂടി കൊണ്ടോട്ടി പഴങ്ങാടി പള്ളിയിൽ ഷഹാന മുംതാസിനെ ഖബറടക്കി. ഈ പാവത്തിനോട് ആ യുവാവിനൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, അവളുടെ സങ്കടമൊന്ന് കേൾക്കാൻ അയാൾ തയ്യാറായിരുന്നെങ്കിൽ അവൾ ഈ കടുങ്കൈ ചെയ്യുമായിരുന്നില്ലായിരുന്നു. കുത്തുവാക്കുകളും പരിഹാസ വാക്കുകളും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇയാളുടെ ജീവിതത്തിൽ നിന്ന് ഷഹാനയെ ഒഴിവാക്കാനായിരുന്നു കുടുംബവും ഇയാളുമടക്കം തന്നെ തീരുമാനിച്ചത്. അങ്ങനെയുള്ള അവരുടെ വാക്കിൽ അകപ്പെട്ട് ഞാൻ ഇത്രയേറെ അധംപതിച്ചവളാണോ എന്ന് പോലും ഈ പെൺകുട്ടിക്ക് തോന്നിക്കാണും. അതല്ലെങ്കിലും നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ താമസിക്കാതെ തന്നെ മൊഴി ചൊല്ലി എന്ന് നാട്ടുകാർ അറിഞ്ഞാൽ അത് ഈ പെൺകുട്ടിക്ക് എങ്ങനെയാണ് സഹിക്കാൻ കഴിയുക? നീ വെയിലത്തിറങ്ങല്ലേ, നീ പോയും നല്ല കറുപ്പാണ്, ഇനിയും വെയിലത്തിറങ്ങിയാൽ നീ ഇതിലും കറുത്തു പോകുമെന്നൊക്കെ പറഞ്ഞ് ഇവളെ പരിഹസിക്കുകയാണ് ആ ഉമ്മയും മകനും ചേർന്ന് നടത്തിയ പ്ലാനിങ്. ജീവിതത്തിൽ ഒരു വിരൂപയെപ്പോലും ഇവന് ഭാര്യയായി ലഭിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇവരുടെ നിരന്തരമായുള്ള കുത്തുവാക്കിൽ അകപ്പെട്ടാണ് മനം നൊന്ത് ഷഹാന മുംതാസ് ആ കടുങ്കൈ ചെയ്തത്. എത്രയേറെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായിരിക്കും ഈ പാവം പെൺകുട്ടിക്കുണ്ടായിരുന്നത്. അതുപോലും ഓർക്കാതെ ഈ പെൺകുട്ടിയെ പരിഹസിക്കാനും ജീവിതത്തിൽ നിന്ന് തള്ളി മാറ്റാനും ശ്രമിച്ച ഈ കുടുംബവും ഈ ചെറുപ്പക്കാരനും എവിടെ നിന്നാണ് ഇനി ഗതി കിട്ടുക? പാവപ്പെട്ട ഷഹാന മുംതാസ് എന്ന് പറയുന്ന പൊന്നുമോളുടെ ബുദ്ധിമോശത്തിൽ സംഭവിച്ച ഈ കാര്യം അള്ളാഹു പൊരുത്തപ്പെട്ട് അവൻ്റെ മഹത്തായ രക്ഷ ഈ പാവം കുട്ടിയുടെ മേൽ ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിക്കുന്നു.